29/3/25 പ്രഭാത മുരളി. അവ്യക്ത ബാബ്ദാദ റിവൈസ് 20/3/2004 മധുബൻ. ഈ വർഷത്തെ വിശേഷിച്ച് ജീവൻ മുക്ത വർഷത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കൂ. ഏകതയിലൂടെയും ഏകാഗ്രതയിലൂടെയും ബാബയെ പ്രത്യക്ഷമാക്കൂ. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരം 4 ഭാഗത്തുമുള്ള സ്നേഹികളായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്കും കുട്ടികളോട് ഹൃദയത്തിൽ നിന്നുള്ള അവിനാശി സ്നേഹമുണ്ട്. കുട്ടികൾക്കും ദിലാരാമനായ ബാബയോട് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമുണ്ട്. ഈ പരമാത്മാ സ്നേഹം, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം കേവലം ബാബയും ബ്രാഹ്മണ കുട്ടികളും മാത്രമാണ് അറിയുന്നത്. പരമാത്മാ സ്നേഹത്തിന് പാത്രമായവർ കേവലം ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളാണ്. ഭക്ത ആത്മാക്കൾ പരമാത്മാ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നു, വിളിക്കുന്നു. താങ്കൾ ഭാഗ്യവാന്മാരായ ബ്രാഹ്മണ ആത്മാക്കൾ ആ സ്നേഹത്തിൻ്റെ പ്രാപ്തിക്ക് പാത്രമാണ്. കുട്ടികൾക്ക് വിശേഷ സ്നേഹമുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ബാബ്ദാദയ്ക്കറിയാം. കാരണം ഈ സമയത്ത് തന്നെയാണ് സർവ ഖജനാവുകളുടെയും അധികാരിയിലൂടെ സർവ ഖജനാവുകളും പ്രാപ്തമാകുന്നത്. ആ ഖജനാവുകൾ കേവലം ഇപ്പോഴുള്ള ഒരു ജന്മം മാത്രമല്ല നിലനിൽക്കുന്നത്, എന്നാൽ അനേകം ജന്മങ്ങൾ വരെയും ഈ അവിനാശി ഖജനാവ് താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ലോകത്തിലുള്ളവരെ പോലെ ഒഴിഞ്ഞ കൈയോടെ പോവുകയില്ല. സർവ ഖജനാവുകളും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവിനാശി ഖജനാവുകളുടെ പ്രാപ്തിയുടെ ലഹരി നിലനിൽക്കുന്നുണ്ടല്ലോ. എല്ലാ കുട്ടികളും അവിനാശി ഖജനാവുകൾ ശേഖരിച്ചു കഴിഞ്ഞുവല്ലോ. ശേഖരണത്തിൻ്റെ ലഹരിയും ശേഖരണത്തിൻ്റെ സന്തോഷവും സദാ നിലനിൽക്കുന്നു. ഓരോരുത്തരുടെയും മുഖത്ത് ഖജനാവുകളുടെ ശേഖരണത്തിൻ്റെ തിളക്കം കാണപ്പെടുന്നു. ഏതെല്ലാം ഖജനാവുകളാണ് ബാബയിലൂടെ പ്രാപ്തമായത് എന്ന് അറിയുന്നുണ്ടല്ലോ. എപ്പോഴെങ്കിലും തൻ്റെ ശേഖരണത്തിൻ്റെ കണക്ക് ചെക്ക് ചെയ്യുന്നുണ്ടോ? ബാബയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഓരോ ഖജനാവും അളവറ്റത് നൽകുന്നു. ചിലർക്ക് കുറച്ചും ചിലർക്ക് കൂടുതലും നൽകുന്നില്ല. ഓരോ കുട്ടിയും അക്ഷയവും അഖണ്ഡവും അവിനാശിയുമായ ഖജനാവുകളുടെ അധികാരിയാണ്. ബാലകനാവുക എന്നാൽ ഖജനാവുകളുടെ അധികാരിയാവുക എന്നർത്ഥം. അപ്പോൾ എമർജ് ചെയ്യൂ, എത്ര ഖജനാവുകളാണ് ബാബ്ദാദ നൽകിയിരിക്കുന്നത്? ഏറ്റവും ആദ്യത്തെ ഖജനാവാണ് ജ്ഞാനധനം. അപ്പോൾ എല്ലാവർക്കും ജ്ഞാനധനം ലഭിച്ചുവോ അതോ ലഭിക്കണമോ? ശരി, ശേഖരണവും ഉണ്ടോ? അതോ അല്പം ശേഖരണമുണ്ട്, അല്പം തീർന്നുപോയി എന്നാണോ? ജ്ഞാനധനം എന്നാൽ വിവേകശാലിയായി ത്രികാലദർശിയായി കർമ്മം ചെയ്യുക, നോളജ്ഫുൾ ആവുക. ഫുൾ നോളജും 3 കാലങ്ങളുടെയും നോളജും മനസ്സിലാക്കി ജ്ഞാനധനത്തെ കാര്യത്തിൽ ഉപയോഗിക്കുക. ഈ ജ്ഞാനത്തിൻ്റെ ഖജനാവിലൂടെ പ്രത്യക്ഷ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും യൂസ് ചെയ്യുന്നതിലൂടെ വിധിയിലൂടെ സിദ്ധി ലഭിക്കുന്നു. അതിലൂടെ പല ബന്ധനങ്ങളിൽ നിന്നും മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുന്നു. അനുഭവപ്പെടുന്നുണ്ടോ? സത്യയുഗത്തിലാണ് ജീവൻ മുക്തി ലഭിക്കുന്നത് എന്നല്ല, ഇപ്പോഴും ഈ സംഗമത്തിലെ ജീവിതത്തിലും അനേകം പരിധിയുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നു. ജീവിതം ബന്ധനമുക്തമായി മാറുന്നു. എത്ര ബന്ധനങ്ങളിൽ നിന്നും ഫ്രീ ആയി കഴിഞ്ഞു എന്ന് അറിയുന്നുണ്ടല്ലോ. സദാ അയ്യോ അയ്യോ എന്നതില്ലാതായി ആഹാ ആഹാ എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. അഥവാ ഏതെങ്കിലും കാര്യത്തിൽ അല്പമെങ്കിലും വായിൽ നിന്നുമല്ല, എന്നാൽ സങ്കല്പത്തിലെങ്കിലും സ്വപ്നത്തിൽ പോലും അയ്യോ എന്നത് മനസ്സിൽ വന്നാൽ
ജീവൻ മുക്തം അല്ല. ആഹാ ആഹാ ആഹാ, ഇങ്ങനെയാണോ? മാതാക്കൾ അയ്യോ അയ്യോ എന്ന് പറയുന്നില്ലല്ലോ, ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടോ? പാണ്ഡവർ പറയുന്നുണ്ടോ? വായ്കൊണ്ട് പറയുന്നില്ലെങ്കിലും മനസ്സിൽ സങ്കല്പത്തിലെങ്കിലും അഥവാ ഏതെങ്കിലും കാര്യത്തിൽ അയ്യോ ഉണ്ടെങ്കിൽ ഫ്ലൈ, അതായത് പറക്കൽ ഇല്ല. അയ്യോ എന്നാൽ ബന്ധനം, ഫ്ലൈ എന്നാൽ പറക്കുന്ന കല, അതായത് ജീവൻ മുക്തം, ബന്ധനമുക്തം. അപ്പോൾ പരിശോധിക്കൂ. കാരണം ബ്രാഹ്മണ ആത്മാക്കൾ സ്വയം ബന്ധനമുക്തം ആകാത്തത് വരെയും ഏതെങ്കിലും സ്വർണത്തിൻ്റെയോ വജ്രത്തിൻ്റെയോ റോയൽ ബന്ധനത്തിൻ്റെ ചരടിൽ ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ സർവ ആത്മാക്കൾക്ക് വേണ്ടി മുക്തിയുടെ ഗേറ്റ് തുറക്കുവാൻ സാധിക്കില്ല. താങ്കൾ ബന്ധനമുക്തം ആകുന്നതിലൂടെ സർവ ആത്മാക്കൾക്ക് വേണ്ടിയും മുക്തിയുടെ ഗേറ്റ് തുറക്കും. അപ്പോൾ ഗേറ്റ് തുറക്കുന്നതിൻ്റെയും സർവ ആത്മാക്കളുടെ ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തമാകുന്നതിൻ്റെയും ഉത്തരവാദിത്വം താങ്കളുടെ മേലാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ, തൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം നിറവേറ്റി. നിങ്ങൾ ഏവരും ബാബ്ദാദയോടൊപ്പം വിശ്വ പരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യുന്നതിനുള്ള കരാർ എടുത്തിരിക്കുകയാണ്. കരാറുകാരാണ്, ഉത്തരവാദിത്വമുള്ളവരാണ്. അഥവാ ബാബ ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും. എന്നാൽ ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അവതരിച്ചപ്പോൾ തന്നെ സർവ കുട്ടികളായ നിങ്ങളെയും ഒപ്പം അവതരിപ്പിച്ചു. ശിവരാത്രി ആഘോഷിച്ചിരുന്നുവല്ലോ. അപ്പോൾ ആരുടേതാണ് ആഘോഷിച്ചത്? ബാബ്ദാദയുടേത് മാത്രമാണോ? നിങ്ങൾ ഏവരുടേതും ആഘോഷിച്ചില്ലേ? ആദി മുതൽ അന്തിമം വരെയും ബാബയുടെ കൂട്ടുകാരാണ്. ആദി മുതൽ അന്തിമം വരെ കൂട്ടുകാരാണ് എന്ന ലഹരി ഉണ്ടോ? ഭഗവാന്റെ കൂട്ടുകാരാണ്. ബാബ്ദാദ ഇപ്പോൾ ഈ വർഷത്തിൻ്റെ സീസണിൻ്റെ അന്തിമത്തിലെ പാർട്ട് അഭിനയിക്കുമ്പോൾ എല്ലാ കുട്ടികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇതാണ്. പറയട്ടെ, എന്താണ് ആഗ്രഹിക്കുന്നത്? ചെയ്യേണ്ടി വരും. കേൾക്കേണ്ടി വരിക മാത്രമല്ല, ചെയ്യേണ്ടി തന്നെ വരും. ശരിയാണോ ടീച്ചേഴ്സ്? ടീച്ചേഴ്സ് കൈ ഉയർത്തു. ടീച്ചേഴ്സ് വീശറിയും വീശിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് തോന്നുന്നു. ശരി, എല്ലാ ടീച്ചേഴ്സും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുമോ? ചെയ്യിപ്പിക്കുകയും ചെയ്യുകയും. ശരി, കാറ്റും കൊള്ളുന്നു, കൈയും വീശിക്കൊണ്ടിരിക്കുന്നു. സീൻ നല്ലതായി തോന്നുന്നു. വളരെ നല്ലത്. അപ്പോൾ ബാബ്ദാദ ഈ സീസണിൻ്റെ സമാപ്തി ചടങ്ങിൽ ഒരു പുതിയ പ്രകാരത്തിലുള്ള ദീപമാല ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? പുതിയ പ്രകാരത്തിലുള്ള ദീപമാല ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏവരും ദീപമാല ആഘോഷിക്കുന്നതിനായി തയ്യാറാണോ? ആര് തയ്യാറാണോ അവർ കൈ ഉയർത്തൂ. വെറുതെ ഇങ്ങനെ അതെ എന്ന് പറയരുത്. ബാബ്ദാദയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കൈ ഉയർത്തരുത്, ഹൃദയപൂർവ്വം ഉയർത്തണം. ശരി, ബാബ്ദാദ തൻ്റെ ഹൃദയത്തിലെ ആശകളെ സമ്പന്നമാക്കുന്നതിൻ്റെ ദീപം ജ്വലിച്ചിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബാബ്ദാദയുടെ ആശകളുടെ ദീപങ്ങളുടെ ദീപമാല ആഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ ഏതൊരു ദീപാവലിയാണെന്ന്? സ്പഷ്ടമായോ? അപ്പോൾ ബാബ്ദാദയുടെ ആശകളുടെ ദീപം എന്താണ്? അടുത്ത വർഷം മുതൽ സീസണിൻ്റെ ഈ വർഷവും പൂർത്തിയായി. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏവരും സങ്കല്പം എടുത്തിരുന്നു. ഓർമ്മയുണ്ടോ? ചിലർ ആ സങ്കല്പം കേവലം സങ്കല്പം തലം വരെയാണ് പൂർത്തിയാക്കിയത്. ചിലർ സങ്കല്പത്തെ പകുതി പൂർത്തിയാക്കി. ചിലർ ചിന്തിക്കുന്നു, പക്ഷേ ചിന്ത
ചിന്തയുടെ തലം വരെയാണ്. ആ സങ്കല്പം എന്താണ്? പുതിയ ഏതെങ്കിലും കാര്യമല്ല, പഴയ കാര്യമാണ്. സ്വപരിവർത്തനത്തിലൂടെ സർവപരിവർത്തനം. വിശ്വത്തിൻ്റെ കാര്യം വിട്ടേക്കൂ. എന്നാൽ ബാബ്ദാദ സ്വപരിവർത്തനത്തിലൂടെ ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പരിവർത്തനം ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതായത്, ഇങ്ങനെയാണെങ്കിൽ ഇത് നടന്നേനെ, ഇവർ മാറുകയാണെങ്കിൽ ഞാൻ മാറാം, ഇവർ ചെയ്താൽ ഞാൻ ചെയ്യാം. ഇതിൽ വിശേഷിച്ച് ഓരോ കുട്ടിയോടും വിശേഷിച്ച് ബ്രഹ്മബാബ പറയുകയാണ്, എനിക്ക് സമാനം ഹേ അർജുൻ ആകൂ. ഈ കാര്യത്തിൽ ആദ്യം ഞാൻ, ആദ്യം ഇവരല്ല, ആദ്യം ഞാൻ. ഈ ഞാൻ എന്നത് മംഗളകാരിയായ ഞാനാണ്. ബാക്കി പരിധിയുള്ള ഞാൻ എന്നത് താഴെ വീഴ്ത്തുന്ന ഒന്നാണ്. ഇതിലുള്ള ചൊല്ലാണ്, ആര് മുൻകൈയെടുക്കുന്നുവോ അവരാണ് അർജുൻ. അപ്പോൾ അർജുൻ എന്നാൽ നമ്പർ 1, നമ്പർ വൈസ് അല്ല, നമ്പർ 1. അപ്പോൾ താങ്കൾ 2ാം നമ്പർ ആകാൻ ആഗ്രഹിക്കുന്നോ അതോ നമ്പർ 1 ആകുവാൻ ആഗ്രഹിക്കുന്നോ? പല കാര്യങ്ങളിലും ബാബ്ദാദ ഇത് കണ്ടു. തമാശയുടെ കാര്യമാണ്, പരിവാരത്തിൻ്റെ കാര്യമാണ് കേൾപ്പിക്കുന്നത്. പരിവാരം ഇരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം നടക്കുമ്പോൾ ബാബ്ദാദയുടെ അടുക്കൽ സമാചാരം വരുന്നു. വിശേഷ ആത്മാക്കൾക്ക് നിമിത്തമായുള്ള പല ഇങ്ങനെയുള്ള കാര്യങ്ങളും നടക്കുന്നു, പല ഇങ്ങനെയുള്ള പ്രോഗ്രാംസും നടക്കുന്നു. അപ്പോൾ ബാബ്ദാദയുടെ അടുത്ത്, ദാദിമാരുടെ അടുത്തും സമാചാരം വരുന്നു. കാരണം സാകാരത്തിൽ ദാദിമാരാണല്ലോ ഉള്ളത്. ബാബ്ദാദയുടെ അടുക്കലാണെങ്കിൽ സങ്കല്പം എത്തിച്ചേരുന്നു. അപ്പോൾ എന്ത് സങ്കല്പമാണ് എത്തിച്ചേരുന്നത്? എൻ്റെയും പേര് ഇതിൽ ഉണ്ടായിരിക്കണം. ഞാൻ കുറഞ്ഞ ആളാണോ? എൻ്റെ പേര് എന്തുകൊണ്ടില്ല? അപ്പോൾ ബാബ പറയുന്നു, ഹേ അർജുൻ എന്നതിൽ താങ്കളുടെ പേര് എന്തുകൊണ്ടില്ല? ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. അതോ ഉണ്ടായിരിക്കേണ്ടതില്ലേ? ഉണ്ടാകേണ്ടതാണോ? മുന്നിൽ മഹാരഥികൾ ഇരിക്കുകയാണ്. ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഉണ്ടായിരിക്കണമോ? അപ്പോൾ ബ്രഹ്മബാബ എന്താണോ ചെയ്തു കാണിച്ചത്, ആരെയും നോക്കിയില്ല. ഇവർ ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നില്ല, ഇല്ല. ആദ്യം ഞാൻ. ഈ ഞാൻ എന്നതിൽ മുൻപ് കേൾപ്പിച്ചിരുന്ന അനേകം പ്രകാരത്തിലുള്ള റോയൽ രൂപത്തിലുള്ള ഞാൻ എന്നത്, അത് കേൾപ്പിച്ചിരുന്നുവല്ലോ. അവയെല്ലാം സമാപ്തമാകുന്നു. അപ്പോൾ ഈ സീസണിൻ്റെ സമാപ്തിയിൽ ബാബ്ദാദയുടെ ആശകൾ ഇതാണ്. ഓരോ കുട്ടിയും ആരാണോ ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരി എന്ന് പറയുന്നത്, അംഗീകരിക്കുന്നത്, അറിയുന്നത്, ആ ഓരോ ബ്രാഹ്മണ ആത്മാവും സങ്കല്പരൂപത്തിൽ പോലും ഏതെല്ലാം പരിധിയുള്ള ബന്ധനമുണ്ടോ ആ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകണം. ബ്രഹ്മബാബയ്ക്ക് സമാനം ബന്ധൻ മുക്തവും ജീവൻ മുക്തവും. ബ്രാഹ്മണ ജീവൻ മുക്തം സാധാരണ ജീവൻ മുക്തമല്ല. ബ്രാഹ്മണ ശ്രേഷ്ഠ ജീവൻ മുക്തത്തിൻ്റെ വിശേഷ വർഷം ആഘോഷിക്കണം. ഓരോ ആത്മാവും എത്രത്തോളം സ്വന്തം സൂക്ഷ്മ ബന്ധനങ്ങളെ അറിയുന്നുണ്ടോ അത്രയും തന്നെ മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. ബാബ്ദാദ അറിയുന്നുണ്ട്. കാരണം ബാബ്ദാദയുടെ അടുക്കൽ TV ഉണ്ട്. മനസ്സിൻ്റെ TV, ബോഡിയുടേതല്ല, മനസ്സിൻ്റെ TV ഉണ്ട്. എങ്കിൽ ഇപ്പോൾ വീണ്ടുമുള്ള സീസൺ ഏതാണോ? സീസൺ ഉണ്ടായിരിക്കുമല്ലോ. അതോ അവധിയാക്കണമോ? 1 വർഷം അവധിയാക്കണമോ? വേണ്ടേ? 1 വർഷത്തെ അവധി വേണമോ? വേണ്ടെന്നാണോ? പാണ്ഡവരെ 1 വർഷം അവധിയാക്കണമോ? ദാദിജി പറയുകയാണ്, മാസത്തിൽ 15 ദിവസത്തെ അവധിയുണ്ട്. ശരി, വളരെ നല്ലത്. എല്ലാവരും പറയുന്നു. ആരാണോ അവധി ആക്കേണ്ടതില്ല എന്ന് പറയുന്നത് അവർ കൈ ഉയർത്തു. ചെയ്യേണ്ടതില്ലേ? ശരി. മുകളിൽ ഗാലറിയിലുള്ളവർ കൈ വീശുന്നില്ല.
മുഴുവൻ സഭയും കൈവീശി വളരെ നല്ലത്. ബാബയാണെങ്കിൽ സദാ കുട്ടികളോട് ഹാൻജി ഹാൻജി എന്ന് പറയുന്നു. ശരിയാണ്. ഇപ്പോൾ ബാബയോട് കുട്ടികൾ എപ്പോഴാണ് ഹാൻജി പറയുക? ബാബയെ കൊണ്ട് ഹാൻജി എന്ന് പറയിപ്പിച്ചു. അപ്പോൾ ബാബ പറയുന്നു, ബാബയും ഇപ്പോൾ ഒരു നിബന്ധന വയ്ക്കുന്നു. നിബന്ധന സമ്മതമായിരിക്കുമോ? എല്ലാവരും ഹാൻജി എന്ന് പറയൂ. ഉറപ്പാണോ? ഒരൽപ്പം കേട്ടിട്ടും കേൾക്കാത്ത രീതി കാണിക്കുമോ? ഇപ്പോൾ എല്ലാവരുടെയും മുഖം ടി വിയിലെടുക്കൂ. കൊള്ളാം, ബാബയ്ക്കും സന്തോഷമുണ്ടാകുന്നു. എല്ലാ കുട്ടികളും ഹാൻജി ഹാൻജി എന്ന് പറയുന്നവരാണ്. അപ്പോൾ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാരണവും പറയരുത്. ഈ കാരണമുണ്ട്, ഈ കാരണമുണ്ട്, അതിനാലാണ് ഈ ബന്ധനമുള്ളത് എന്ന്. സമസ്യ അല്ല, പരിഹാര സ്വരൂപമാകൂ. സഹചാരികളെയും ആക്കണം. കാരണം സമയത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭ്രഷ്ടാചാരത്തിൻ്റെ വാക്ക് എത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭ്രഷ്ടാചാരവും അത്യാചാരവും അതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രേഷ്ഠാചാരത്തിൻ്റെ കൊടി ആദ്യം ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും മനസ്സിൽ പാറട്ടെ. അപ്പോൾ വിശ്വത്തിൽ പാറും. എത്ര ശിവരാത്രികൾ ആഘോഷിച്ചു. ഓരോ ശിവരാത്രിക്കും ഈ സങ്കല്പമെടുക്കുന്നു, വിശ്വത്തിൽ ബാബയുടെ കൊടി പാറിക്കണം എന്ന്. വിശ്വത്തിൽ ഈ പ്രത്യക്ഷതയുടെ കൊടി പാറിക്കുന്നതിന് മുമ്പേ ഓരോ ബ്രാഹ്മണനും തൻ്റെ മനസ്സിൽ സദാ ഹൃദയ സിംഹാസനത്തിൽ ബാബയുടെ കൊടി പാറിക്കേണ്ടതുണ്ട്. ഈ കൊടി പാറിക്കുന്നതിനായി കേവലം 2 വാക്കുകൾ ഓരോ കർമ്മത്തിലും കൊണ്ടുവരേണ്ടി വരും. കർമ്മത്തിൽ കൊണ്ടുവരണം, സങ്കല്പത്തിലല്ല, ബുദ്ധിയിലും അല്ല. ഹൃദയത്തിലും കർമ്മത്തിലും സംബന്ധത്തിലും സമ്പർക്കത്തിലും കൊണ്ടുവരേണ്ടതുണ്ട്. പ്രയാസമുള്ള വാക്കല്ല, കോമൺ വാക്കാണ്. അതാണ് ഏകം. സർവ സംബന്ധത്തിലും സമ്പർക്കത്തിലും പരസ്പരം ഏകത. അനേകം സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അനേകതയിൽ ഏകത. രണ്ടാമതായി, ഏതെല്ലാം ശ്രേഷ്ഠ സങ്കല്പങ്ങൾ നടത്തുന്നുവോ ബാബ്ദാദയ്ക്ക് വളരെ നല്ലതായി തോന്നുന്നു. എപ്പോഴാണോ താങ്കൾ സങ്കല്പിക്കുന്നത്, അപ്പോൾ ബാബ്ദാദയ്ക്ക് ആ സങ്കല്പം കണ്ടും കേട്ടും വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ആഹാ ആഹാ കുട്ടികളെ, ആഹാ ആഹാ, ശ്രേഷ്ഠ സങ്കല്പം, ആഹാ. പക്ഷേ എന്നത് വന്നു പോകുന്നു. വരാൻ പാടില്ലാത്തതാണ്, എന്നാൽ വന്നു പോകുന്നു. മെജോറിറ്റി സങ്കല്പങ്ങളും, മെജോറിറ്റി എന്നാൽ 90%, പല കുട്ടികളുടേതും വളരെ നല്ലവയാണ്. ബാബ്ദാദ മനസ്സിലാക്കുന്നു, ഇന്ന് ഈ കുട്ടിയുടെ സങ്കല്പം വളരെ നല്ലതാണ്, പ്രോഗ്രസ് ഉണ്ടാകും. പക്ഷേ വാക്കിൽ ഒരൽപ്പം പകുതി കുറഞ്ഞു പോകുന്നു. കർമ്മത്തിൽ പിന്നെ 3/4 കുറഞ്ഞു പോകുന്നു, മിക്സായി പോകുന്നു. കാരണം എന്താണ്? സങ്കല്പത്തിൽ ഏകാഗ്രതയും ദൃഢതയും ഇല്ല. അഥവാ സങ്കല്പത്തിൽ ഏകാഗ്രത ഉണ്ടായിരിക്കുമെങ്കിൽ ഏകാഗ്രത സഫലതയുടെ ഉപാധിയാണ്, ദൃഢത സഫലതയുടെ ഉപാധിയാണ്. അതിൽ വ്യത്യാസം ഉണ്ടായിപ്പോകുന്നു. കാരണം എന്താണ്? റിസൾട്ടിൽ ബാബ്ദാദ ഒരേ ഒരു കാര്യമാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് കൂടുതൽ നോക്കുന്നു. ബാബ്ദാദ ഒരു വിരൽ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ പറയാറില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിരലാണ് മറ്റുള്ളവരുടെ നേർക്ക്, 4 വിരൽ തൻ്റെ നേർക്ക്. അപ്പോൾ 4നെ നോക്കുന്നില്ല, 1നെ വളരെയധികം നോക്കുന്നു. അതിനാൽ ദൃഢതയും ഏകാഗ്രതയും ഏകതയും കുലുങ്ങിപ്പോകുന്നു. ഇവർ ചെയ്താൽ ഞാൻ ചെയ്യാം. ഇതിൽ മുൻകൈ എടുക്കുന്നവരാണ് അർജുൻ ആകുന്നത്. ആ കാര്യത്തിൽ 2ാമത്തെ നമ്പർ ആയി പോകുന്നു. അല്ലാത്ത പക്ഷം തൻ്റെ സ്ലോഗനെ മാറ്റൂ. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്നതിന് പകരം
വിശ്വപരിവർത്തനത്തിലൂടെ സ്വപരിവർത്തനം. മറ്റുള്ളവരുടെ പരിവർത്തനത്തിലൂടെ സ്വപരിവർത്തനം എന്നാക്കൂ. മാറ്റട്ടെ ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ ബാബ്ദാദയും ഒരു നിബന്ധന വയ്ക്കുന്നു. സമ്മതമാണോ? പറയട്ടെ. ബാബ്ദാദ 6 മാസത്തിൽ റിസൾട്ട് നോക്കും, എന്നിട്ട് വരും. ഇല്ലെങ്കിൽ വരികയില്ല. ബാബ ഹാൻജി എന്ന് പറഞ്ഞിരിക്കെ കുട്ടികളും ഹാൻജി പറയേണ്ടതാണല്ലോ. എന്തു തന്നെ സംഭവിച്ചാലും ബാബ്ദാദ പറയുന്നു, സ്വപരിവർത്തനത്തിന് വേണ്ടി ഈ പരിധിയുള്ള ഞാനെന്ന ഭാവത്തിൽ നിന്നും മരിക്കേണ്ടി വരും. ഞാനെന്ന ഭാവത്തിൽ നിന്നും മരിക്കണം. ശരീരത്തിൽ നിന്നല്ല മരിക്കേണ്ടത്. ശരീരത്തിൽ നിന്നും മരിക്കേണ്ട, ഞാനെന്ന ഭാവത്തിൽ നിന്നും മരിക്കണം. ഞാൻ റൈറ്റാണ്, ഞാൻ ഇതാണ്, ഞാൻ കുറഞ്ഞയാളാണോ? ഞാൻ തന്നെയാണ് സർവ്വതും. ഈ ഞാനെന്ന ഭാവത്തിൽ നിന്നും മരിക്കണം. അപ്പോൾ മരിക്കേണ്ടിയും വരും. ഈ മൃത്യു വളരെ മധുരമായ മൃത്യുവാണ്. ഇത് മരിക്കലല്ല, 21 ജന്മം രാജ്യഭാഗ്യത്തിൽ ജീവിക്കലാണ്. അപ്പോൾ സമ്മതമാണോ? ടീച്ചേഴ്സ് സമ്മതമാണോ? ഡബിൾ ഫോറിനേഴ്സ് ഏതൊരു സങ്കല്പം എടുക്കുന്നുവോ അത് ചെയ്യുന്നതിൽ ധൈര്യം വയ്ക്കുന്നു. ഈ വിശേഷത ഉണ്ട്. ഭാരതവാസികൾ ട്രിപ്പിൾ ധൈര്യം ഉള്ളവരാണ്. മറ്റവർ ഡബിൾ, അപ്പോൾ അവർ ട്രിപ്പിൾ. അപ്പോൾ ബാബ്ദാദ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? ബാബ്ദാദയുടെ ശ്രേഷ്ഠ ആശകളുടെ ഈ ദീപം ഓരോ കുട്ടിയുടെയും ഉള്ളിൽ ജ്വലിച്ചിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത്തവണ ഈ ദീപാവലി ആഘോഷിക്കൂ. വേണമെങ്കിൽ 6 മാസത്തിന് ശേഷം ആഘോഷിക്കൂ. പിന്നെ എപ്പോഴാണോ ബാബ്ദാദ ദീപാവലിയുടെ ചടങ്ങ് കാണുന്നത്, പിന്നീട് തൻ്റെ പ്രോഗ്രാം നൽകും. ചെയ്യുക തന്നെ വേണം. താങ്കൾ ചെയ്യുകയില്ലെങ്കിൽ പിന്നിലുള്ളവർ ചെയ്യുമോ? മാല താങ്കളുടേതാണല്ലോ. 16,108 പഴയവരായ താങ്കൾ തന്നെയാണല്ലോ വരേണ്ടത്. പുതിയവർ പിന്നാലെ വരും. പിന്നെ ചില ലാസ്റ്റ് സോ ഫാസ്റ്റായവർ വരും. ചില ഉദാഹരണങ്ങൾ കാണും. അവർ ലാസ്റ്റ് സോ ഫാസ്റ്റായി പോകും, ഫസ്റ്റിൽ വരും. എന്നാൽ കുറച്ചു പേർ, ബാക്കി താങ്കൾ തന്നെയാണ് ഓരോ കൽപ്പത്തിലും ആയിട്ടുള്ളത്. താങ്കൾ തന്നെയാണ് ആകേണ്ടത്. എവിടെയിരിക്കുകയാണെങ്കിലും, വിദേശത്തിരിക്കുകയാണെങ്കിലും ദേശത്തിരിക്കുകയാണെങ്കിലും വളരെ കാലത്തെ ഉറച്ച നിശ്ചയബുദ്ധികൾ താങ്കളാണ്. ആ അധികാരികൾ തന്നെയാണ്. ബാബ്ദാദിക്ക് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ ആരാണോ വളരെ കാലത്തെ നല്ല പുരുഷാർത്ഥികൾ, സമ്പൂർണ്ണ പുരുഷാർത്ഥിയല്ല എന്നാൽ നല്ല പുരുഷാർത്ഥിയായിരുന്നത്, അവരെ ബാബ്ദാദ ഉപേക്ഷിച്ച് പോവുകയില്ല, കൂടെ തന്നെ കൊണ്ടുപോകും. അതിനാൽ ഉറച്ച നിശ്ചയം വരുത്തൂ. നമ്മൾ തന്നെ ആയിരുന്നു, നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ കൂടെയിരിക്കും. ശരിയാണല്ലോ? ഉറപ്പാണല്ലോ? കേവലം ശുഭചിന്തകൻ, ശുഭചിന്തനം, ശുഭഭാവന, പരിവർത്തനത്തിൻ്റെ ഭാവന, സഹയോഗം നൽകുന്നതിൻ്റെ ഭാവന, ദയാമനസ്കതയുടെ ഭാവന എമർജ് ചെയ്യൂ. ഇപ്പോൾ മെർജാക്കി വച്ചിരിക്കുകയാണ്. എമർജ് ചെയ്യൂ. ശിക്ഷണം വളരെയധികം നൽകരുത്. ക്ഷമ കാണിക്കൂ. അന്യോന്യം ശിക്ഷണം നൽകുന്നതിൽ എല്ലാവരും സമർത്ഥരാണ്. എന്നാൽ ക്ഷമയോടു കൂടി ശിക്ഷണം നൽകൂ. മുരളി കേൾപ്പിക്കുന്നതിൻ്റെയോ കോഴ്സ് എടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഏതെല്ലാം പ്രോഗ്രാംസ് താങ്കൾ നടത്തുന്നുവോ അതിൽ ശിക്ഷണം നൽകിക്കൊള്ളൂ. എന്നാൽ പരസ്പരം എപ്പോഴാണോ കാര്യവ്യവഹാരത്തിൽ വരുന്നത് അപ്പോൾ ക്ഷമയോടുകൂടി ശിക്ഷണം നൽകൂ. കേവലം ശിക്ഷണം മാത്രം നൽകാതിരിക്കൂ. ദയാമനസ്കരായി ശിക്ഷണം നൽകൂ. അപ്പോൾ താങ്കളുടെ ദയ മറ്റുള്ളവരുടെ ദൗർബല്യങ്ങൾ ക്ഷമിക്കപ്പെടുന്ന തരത്തിലുള്ള കാര്യം ചെയ്യും. മനസ്സിലായോ? ശരി.
ഇപ്പോൾ ഒരു സെക്കൻഡിൽ മനസ്സിൻ്റെ അധികാരിയായി മനസ്സിനെ എത്ര സമയം ആഗ്രഹിക്കുന്നോ അത്രയും സമയം ഏകാഗ്രമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുമോ? എങ്കിൽ ഇപ്പോൾ ഈ ആത്മീയ എക്സസൈസ് ചെയ്യൂ. തീർത്തും മനസ്സിൻ്റെ ഏകാഗ്രത ഉണ്ടാകണം. സങ്കല്പത്തിൽ പോലും ചഞ്ചലത പാടില്ല. അചഞ്ചലം. ശരി. 4 ഭാഗത്തുമുള്ള സർവ അവിനാശിയും അഖണ്ഡവുമായ ഖജനാവിൻ്റെ അധികാരികൾക്ക്, സദാ സംഗമയുഗി ശ്രേഷ്ഠ ബന്ധനമുക്തവും ജീവൻ മുക്തവുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നവർക്ക്, സദാ ബാബ്ദാദയുടെ ആശകളെ സമ്പന്നമാക്കുന്നവർക്ക്, സദാ ഏകതയുടെയും ഏകാഗ്രതയുടെയും ശക്തി സമ്പന്നമായ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. 4 ഭാഗത്തും ദൂരെയിരിക്കുന്ന കുട്ടികൾക്ക് ആരാണോ സ്നേഹസ്മരണകൾ അയച്ചത്, കത്തുകൾ അയച്ചത്, അവർക്കും ബാബ്ദാദ വളരെ വളരെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസഹിതം സ്നേഹസ്മരണകൾ നൽകുന്നു. അതിനോടൊപ്പം ധാരാളം കുട്ടികൾ മധുബൻ്റെ റിഫ്രഷ്മെൻറ്റിൻ്റെ വളരെയധികം നല്ല നല്ല കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കുട്ടികൾക്കും വിശേഷ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: കഴിഞ്ഞുപോയതിനെ ചിന്തനത്തിൽ കൊണ്ടുവരാതെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും എന്തെല്ലാം സംഭവിച്ചുവോ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടൂ. കഴിഞ്ഞുപോയതിനെ ചിന്തനത്തിൽ കൊണ്ടുവരരുത്. ഇതുതന്നെയാണ് തീവ്ര പുരുഷാർത്ഥം. അഥവാ ആരെങ്കിലും കഴിഞ്ഞുപോയതിനെ ചിന്തിക്കുകയാണെങ്കിൽ സമയം, ശക്തി, സങ്കല്പം എല്ലാം വേസ്റ്റായി പോകുന്നു. ഇപ്പോൾ വേസ്റ്റ് ചെയ്യേണ്ട സമയമല്ല. കാരണം സംഗമയുഗത്തിലെ 2 നിമിഷം, അതായത് 2 സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്തുവെങ്കിൽ അനേകം വർഷങ്ങളാണ് വേസ്റ്റാക്കിയത്. അതിനാൽ സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇടൂ. ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നാൽ സർവ ഖജനാവുകളിലും ഫുള്ളാവുക എന്നർത്ഥം. സ്ലോഗൻ: എപ്പോഴാണോ ഓരോ സങ്കല്പവും ശ്രേഷ്ഠമായിരിക്കുന്നത് അപ്പോൾ സ്വയം തൻ്റെയും വിശ്വത്തിൻ്റെയും മംഗളം ഉണ്ടാകും. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ജ്ഞാനത്തിൻ്റെ ഏതൊരു കാര്യവും അതോറിറ്റിയോടൊപ്പം സത്യതയോടെയും സഭ്യതയോടെയും പറയൂ. സങ്കോചത്തോടെയല്ല. പ്രത്യക്ഷത ഉണ്ടാക്കുന്നതിനായി ആദ്യം സ്വയം തന്നെ പ്രത്യക്ഷമാക്കൂ. നിർഭയരാകൂ. പ്രഭാഷണത്തിൽ വാക്കുകൾ കുറവായിരിക്കണം, എന്നാൽ ഈ വിധം ശക്തിശാലി ആയിരിക്കണം. അതിൽ ബാബയുടെ പരിചയവും സ്നേഹവും അടങ്ങിയിട്ടുണ്ടായിരിക്കണം. ആ സ്നേഹമാകുന്ന കാന്തം ആത്മാക്കളെ പരമാത്മാവിൻ്റെ നേർക്ക് ആകർഷിക്കണം. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക
ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.